സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. ഈ ലോകകപ്പ് അർജന്റീനയ്ക്ക് വേണ്ടി ഫിഫ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ലോകകപ്പിൽ അർജന്റീന കിരീടം നിലനിർത്തുമോ, അതോ ഫ്രാൻസ് വീണ്ടെടുക്കുമോ? ഇത്തവണയും അർജന്റീന ഫ്രാൻസ് ഫൈനലിനാണോ കളമൊരുങ്ങുന്നത്? ഇവർ രണ്ടുമല്ലാതെ ലോക ഫുട്ബോളിന് പുതിയൊരു ചാമ്പ്യൻ ഉണ്ടാകുമോ? ഗോളടിച്ചു കൂട്ടിയവരും ഒരു ഗോൾ പോലും വഴങ്ങാത്തവരും ലോകകപ്പിലെ അവസാന എട്ടിൽ ബാക്കിയുണ്ട്. അതിലാരാകും ലോക കിരീടം ഉയർത്തുക? ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനം സാധ്യമാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായി ബ്രസീലും ജർമ്മനിയും ഇല്ലാതെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കാൻ പോവുകയാണ്. ഫുട്ബോളിന്റെ പരമ്പരാഗത ശക്തി ശ്രേണിയെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒരു സംഭവമാണത്. ക്വാർട്ടർ ഫൈനലുകൾ ഉണ്ടായിരുന്ന 17 ലോകകപ്പ് പതിപ്പുകളിൽ 10ലും ഈ രണ്ട് ഫുട്ബോൾ വമ്പന്മാരും ഒരേ സമയം ക്വാർട്ടറിൽ മത്സരിച്ചിട്ടുണ്ട്. ജർമ്മനി മുമ്പ് 4 ലോകകപ്പിലും ബ്രസീൽ 3 തവണയും ലോകകപ്പിന്റെ ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുമുണ്ട്. ഈ രണ്ട് വൻ ശക്തികളുടെ അപജയമാണോ, അതോ വരുംകാലം പുതിയ ശക്തികൾ ഫുട്ബോൾ ഭരിക്കുമെന്നതിൻ്റെ സൂചനയാണോ ഇതെല്ലാം? ലോകകപ്പിലെ അവസാന 8 പോരാട്ടം മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെയാണ്? 2022 ഖത്തർ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ കളിച്ച 8 ടീമുകളിൽ 4 ടീമുകൾക്ക് ഇത്തവണയും ക്വാർട്ടറിൽ ഇടം പിടിക്കാനായി. അർജന്റീന, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, മൊറോക്കോ എന്നിവർ. ഫ്രാൻസിനോട് തോറ്റ ഇംഗ്ലണ്ട് ഒഴികെ മറ്റ് 3 ടീമുകളും അന്ന് സെമി കളിക്കുകയും ചെയ്തിരുന്നു. 2022 ലോകകപ്പിലെ 2 ഫൈനലിസ്റ്റുകളായ അർജന്റീനയും ഫ്രാൻസും ഇപ്പോഴും ടൂർണമെന്റിൽ ബാക്കി നിൽക്കുന്നു. ഇവർ ഫിക്സറിന്റെ 2 വ്യത്യസ്ത വശങ്ങളിലായതുകൊണ്ട് വീണ്ടും ഒരു ഫ്രാൻസ് അർജന്റീന ഫൈനലിന് കളമൊരുങ്ങിയേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 2 പതിപ്പുകളിൽ ഒരേ ടീമുകൾ തന്നെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്ന അപൂർവ റെക്കോർഡിനും ലോകം വീണ്ടും സാക്ഷിയാകും. ഇതിനു മുൻപ് 1986, 1990 ലോകകപ്പുകളിലാണ് അത്തരമൊരു ഫൈനൽ റിപ്പീറ്റേഷൻ നടന്നിട്ടുള്ളത്. അന്ന് അർജന്റീനയും പശ്ചിമ ജർമ്മനിയുമായിരുന്നു എതിരാളികൾ. ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. 86-ൽ അർജന്റീന ചാമ്പ്യന്മാരായപ്പോൾ 90-ൽ പശ്ചിമ ജർമ്മനി പ്രതികാരം വീട്ടി, കിരീടം നേടി. 2022-ൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജന്റീനയാണ് കപ്പടിച്ചത്. ഇത്തവണ വീണ്ടും ഒരു ഫൈനൽ വന്നാൽ ഫ്രാൻസിന് അത് പ്രതികാരത്തിനുള്ള സുവർണാവസരമായിരിക്കും. ഫ്രാൻസിന്റെ വഴി തടയാൻ പക്ഷേ 2 ടീമുകൾ കാത്തിരിക്കുന്നു. കഴിഞ്ഞ തവണ സെമിയിൽ വീണ മൊറോക്കോയും ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റ ഇംഗ്ലണ്ടും. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുന്ന 8 ടീമുകളിൽ 4 രാജ്യങ്ങൾ ഇതിനകം തന്നെ ലോക കിരീടത്തിൽ മുത്തമിട്ടവരാണ്. 3 വട്ടം കപ്പടിച്ച അർജന്റീന, 2 തവണ ചാമ്പ്യന്മാരായ ഫ്രാൻസ്, പിന്നെ ഓരോ തവണ കിരീടം നേടിയിട്ടുള്ള ഇംഗ്ലണ്ടും സ്പെയിനും. എന്നാൽ ബാക്കിയുള്ള 4 ടീമുകളുടെ കഥ അതല്ല. അവർ തങ്ങളുടെ കന്നി ലോകകപ്പ് എന്ന സ്വപ്നവുമായാണ് പൊരുതുന്നത്. ബെൽജിയവും മൊറോക്കോയും ഇതുവരെ ലോകകപ്പിന്റെ സെമി ഫൈനലിനപ്പുറം കടന്നിട്ടുമില്ല. സ്വിറ്റ്സർലൻഡ് അവസാനമായി ഒരു ക്വാർട്ടർ ഫൈനൽ കളിച്ചത് 72 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1954-ൽ സ്വന്തം നാട്ടിൽ ലോകകപ്പ് നടന്നപ്പോഴാണ്. നോർവേ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ക്വാർട്ടർ കളിക്കാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2010-ൽ സ്പെയിൻ ആദ്യമായി ലോകകപ്പ് നേടിയതിനു ശേഷം ഫുട്ബോൾ ലോകത്തിന് ഒരു പുതിയ രാജാവിനെ സമ്മാനിക്കാൻ ഈ ലോകകപ്പിന് സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അപരിചിതമായ ചരിത്ര ഭൂമികയിലാണ് നോർവേ. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ പുതിയ ചരിത്രം എഴുതാനാണ് ഹാലൻഡും സംഘവും തയ്യാറെടുക്കുന്നത്. ബ്രസീലിനെ വീഴ്ത്തിയാണ് സ്കാൻഡിനേവിയൻ പടയുടെ കുതിപ്പെന്ന് ഓർക്കുക. മറുവശത്ത് ക്വാർട്ടർ ഫൈനലിൽ നോർവേയുടെ എതിരാളികളായി വരുന്നത് ഈ ഘട്ടത്തിൽ കളിച്ച് ഏറ്റവും കൂടുതൽ പരിചയസമ്പത്തുള്ള ഇംഗ്ലണ്ടാണ്. 10 തവണ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട്. ജേതാക്കളായത് ഒരു തവണ മാത്രമാണ്. ഹാലൻഡ് എന്ന ലോകോത്തര സ്ട്രൈക്കറുടെ ഫോമാണ് ഈ ടൂർണമെന്റിൽ നോർവേയുടെ പ്രധാന ഇന്ധനം. അനുഭവ സമ്പത്തും പുതുമയും തമ്മിലുള്ള പോരാട്ടമാണത്. തോമസ് ട്യുഷേലിന്റെ തന്ത്രങ്ങളും ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗാം എന്നിവരുടെ മികവും മറികടക്കുക നോർവേക്ക് വലിയ വെല്ലുവിളിയായേക്കാം. മൊറോക്കോയ്ക്ക് വീണ്ടും ഒരു ചരിത്ര നേട്ടം കുറിക്കാനാകും. വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ 2022-ലെ തങ്ങളുടെ സെമി ഫൈനൽ എതിരാളികളായ ഫ്രാൻസിനെ വീണ്ടും നേടാനൊരുങ്ങുമ്പോൾ മൊറോക്കോ മറ്റൊരു നേട്ടത്തിനരികിലാണ്. ഖത്തർ ലോകകപ്പിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമെന്ന റെക്കോർഡാണ് അവർ സ്വന്തമാക്കിയത്. എന്നാൽ ഇത്തവണ തുടർച്ചയായി 2 ലോകകപ്പ് പതിപ്പുകളിൽ ക്വാർട്ടർ ഫൈനലിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ ടീമെന്ന അപൂർവ നേട്ടമാണ് അവരെ കാത്തിരിക്കുന്നത്. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പതിവ് പോലെ യൂറോപ്പിന്റെ ആധിപത്യം തന്നെയാണ്. 6 യൂറോപ്യൻ കരുത്തരുണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ളത് ഒരേ ഒരു ടീം മാത്രം. ലാറ്റിൻ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ്. 12 ഗ്രൂപ്പ് ജേതാക്കളിൽ പകുതി പേരും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി മുന്നേറിയ മൊറോക്കോയും നോർവേയും മാത്രമാണ് ഞെട്ടിച്ചത്. മികച്ച 3ാം സ്ഥാനക്കാരായി വന്ന ഒരു ടീം പോലും ലോകകപ്പിന്റെ അവസാന 8ലേക്ക് എത്തിയില്ല. 3ാം സ്ഥാനക്കാരിൽ ഒരു ടീം മാത്രമാണ് പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് കടന്നതെന്നും ഓർക്കുക. അത് പരാഗ്വെയായിരുന്നു. ഫ്രാൻസിനെ വിറപ്പിച്ച ശേഷം അവർ പ്രീ ക്വാർട്ടറിൽ മടങ്ങുകയും ചെയ്തു. ക്വാർട്ടറിലെത്തിയ 8 ടീമുകളിൽ നിശ്ചിത സമയത്ത് മത്സരം തീർത്ത ടീം ഫ്രാൻസ് മാത്രമാണ്. അർജന്റീനയ്ക്കും ഏകദേശം ഇതേ റെക്കോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ റൗണ്ട് ഓഫ് 32-ൽ വെള്ളം കുടിപ്പിച്ച കേപ്പ് വെർദയെ 3-2 പരാജയപ്പെടുത്താൻ ആൽബി സെലസ്റ്റയ്ക്ക് 30 മിനിറ്റ് അധിക സമയം വേണ്ടി വന്നു. സ്പെയിൻ, ഇംഗ്ലണ്ട് ടീമുകൾ 4 വിജയങ്ങളും ഒരു സമനിലയുമാണ് നേടിയത്.
ക്വാർട്ടറിലെത്തിയ ടീമുകളിൽ ഒരു കളി മാത്രം തോറ്റിട്ടുള്ള ഒരേയൊരു ടീം നോർവേ ആണ്. ഫ്രാൻസിനോട് റിസർവ് താരങ്ങൾക്ക് അവസരം നൽകി കളിച്ചാണ് അവർ അന്ന് തോറ്റത്. തകർക്കാനാകാത്ത പ്രതിരോധവുമായി സ്പെയിൻ പ്രതീക്ഷയിലാണ്. 5 മത്സരങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത ഏക ടീം. 1990-ലെ ഇറ്റലിക്ക് ശേഷം ഒരു ഗോൾ പോലും വഴങ്ങാതെ ടൂർണമെൻറ്റിൻ്റെ ക്വാർട്ടർ ഫൈനലിലെത്തുന്ന ആദ്യ ടീമാണ് സ്പെയിൻ. ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ടീമുകളുടെ പട്ടികയിൽ സ്പെയിൻ തൊട്ടുപിന്നാലെയുള്ളത് ഫ്രാൻസാണ്. 2 ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. പക്ഷേ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ സ്ഥിതി സുരക്ഷിതമല്ല. അർജന്റീനയുടെ വലയിൽ വീണത് 5 ഗോളുകളാണ്. നോർവേ വഴങ്ങിയത് 9 ഗോളുകൾ. ഫ്രാൻസിൻ്റെയും അർജന്റീനയുടെയും തകർപ്പൻ മുന്നേറ്റ നിര പ്രീ ക്വാർട്ടർ വരെ അടിച്ചുകൂട്ടിയത് 14 വീതം ഗോളുകളാണ്. 13 ഗോളുകൾ നേടിയ ബെൽജിയത്തേക്കാൾ 1 ഗോൾ അധികം. പ്രവചനാതീതമാണ് ഗോൾഡൻ ബൂട്ട് പോരാട്ടവും. ഇഞ്ചോടിഞ്ച് മുന്നേറുന്ന ടോപ്പ് സ്കോറർ പോരാട്ടം ലോകകപ്പിൻ്റെ അവസാന ഘട്ടത്തെ ആവേശം ഇരട്ടിപ്പിക്കുന്നു. ലോക ഫുട്ബോളിലെ 3 സൂപ്പർ താരങ്ങളാണ് പോരിൽ മുന്നിലുള്ളത്. 8 ഗോളുകളുമായി ലയണൽ മെസ്സിയും 7 ഗോളുകൾ വീതം നേടി കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും 6 ഗോളുകളുമായി 2018-ലെ ഗോൾഡൻ ബൂട്ട് വിജയിയായ ഹാരി കെയ്നും പിന്നാലെയുണ്ട്. 4 ഗോളുകൾ വീതം നേടി ജൂഡ് ബെല്ലിംഗാം, ഒസ്മാൻ ഡെംബലെ എന്നിവരും 3 ഗോളുകൾ വീതം നേടി ഈ ടൂർണമെൻറ്റിലെ കണ്ടെത്തലുകളായി മാറിയ ഇസ്മായിൽ സൈബാരി, ജൊഹാൻ മാൻസാംബി എന്നിവരും അവസാന 8-ലെ പോരിനിറങ്ങുകയാണ്. 8-ൽ നിന്ന് ആരൊക്കെയെന്നും 8-ൻ്റെ പണി ആർക്കൊക്കെയെന്നും ഇനിയുള്ള 4 ദിവസം വെളിപ്പെടുത്തും.